ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമുണ്ട് കരളിൽ, ഉമ്മ വെച്ചുറങ്ങാനുള്ളിൽ മോഹമുണ്ട് കരളേ. അപ്പോൾ പിന്നെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ചെണ്ടുമല്ലി തോട്ടമാണ്, അതിൻ്റെ വിളവെടുപ്പാണ്. അത് നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത്, നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, നമ്മുടെ പ്രിയ രാജസഖാവിൻ്റെ ചെണ്ടുമല്ലി തോട്ടമാണ്. രാജസഖാവേ, ഈ ചെണ്ടുമല്ലി കൃഷി എങ്ങനെയാണ്? ചെണ്ടുമല്ലി കൃഷി ഭയങ്കര നഷ്ടം വരുന്ന കേസാണോ ലാഭം വരുന്ന കേസാണോ? ലാഭം വരുന്ന കേസാണ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? പൈസ ചിലവില്ല. ഇത് തൈ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടും. നമ്മൾ അത് വാങ്ങി നട്ടു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ലതായിട്ട് പൂത്തിപ്പുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് ചെയ്തുള്ളൂ, അടുത്ത പ്രാവശ്യം കൂടുതൽ ചെയ്യാനായിട്ടിരിക്കുകയാണ്. മാനസിക ഉല്ലാസവും കിട്ടും, കാശും കിട്ടും, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം ചെണ്ടുമല്ലി കൃഷി വളരെ ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഈ സഖാവ് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. നമ്മുടെ പുന്നേക്കോട്ട് പ്രദേശത്ത് രാജൻ സഖാവ് എന്ന് പറഞ്ഞ സഖാവാണ്, അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടമാണ് ചെണ്ടുമല്ലിയുടെ. അപ്പോൾ നിങ്ങളും എല്ലാ കൃഷികളും നടത്തണം. ഇവിടെ എല്ലാ കൃഷികളും ഉണ്ട്, അതിൻ്റെ വീഡിയോകൾ ഉടനെ തന്നെ വരും. അപ്പോൾ ഈ ചെണ്ടുമല്ലിയെ കൃഷി ചെയ്താലും അത് സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് ആളുണ്ട്. ഇത് തച്ചക്കോട്ടുള്ളതാണ്. പുള്ളി വന്ന് പൂവെടുക്കുന്ന തച്ചക്കോട് രാജേഷ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് ഞാൻ വെച്ചേക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചാൽ മതി നിങ്ങൾ. അപ്പം അദ്ദേഹം വന്ന് ഈ പൂ മൊത്തത്തിലെടുക്കും. ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ കിലോയ്ക്ക് 50 രൂപ വരെ വിലയുണ്ട് പൂവിന്, എപ്പോഴായാലും വിലയുണ്ട്. അപ്പം ഇത് കണക്ക് പൂവുകൾ നിങ്ങൾ കൃഷി ചെയ്തിട്ടാൽ മാത്രം മതി. അവിടെ വന്ന് എടുക്കാൻ ആളുണ്ട്. അപ്പോൾ രാജേഷണ്ണ ഒന്ന് എടുക്കത്തില്ലേ? പറ. നമ്മളെടുക്കും, വന്ന് കൃഷി ചെയ്തിട്ടിരുന്നാൽ മതി. അവർ ഓട്ടോ വണ്ടിയും വിളിച്ചുകൊണ്ട് വന്ന് അവർ കുറേശ്ശെ പറിച്ച് കൊണ്ടുപോയിക്കോളും. അവരതിൻ്റെ വിലയും തന്ന്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങളെല്ലാം ചെണ്ടുമല്ലി കൃഷി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.